മലയോര ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സഹായിക്കുന്ന പദ്ധതികളാണ് LDF സർക്കാർ നടപ്പാക്കുന്നത്. എന്നാൽ ഇത്തരം പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാനാണ് കേന്ദ്ര സർക്കാരും UDF നേതൃത്വവും ശ്രമിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ അടുത്തിടെയായി കൂടി വരികയാണ് കേരളത്തിൽ. കൂടുതലും വനപ്രദേശമായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് അധികം ഇരയാകുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. 4 വർഷത്തിനിടയിൽ രാജ്യത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം 2100-ലേറെ പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഇതിന്റെ എത്രയോ ഇരട്ടിയാണ്. ആന, കടുവ, പുലി, പന്നി, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളാണ് കൂടുതൽ ആക്രമണകാരികളായത്. വർഷം ശരാശരി 40-ലേറെ പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. വനമേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ സ്വത്തും വിളയും നശിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാകുന്നു. വർദ്ധിച്ചു വരുന്ന വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് തടയാൻ സംസ്ഥാന സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പ്രധാന പ്രതിബന്ധം 1972-ലെ കേന്ദ്ര വനം വന്യജീവി നിയമമാണ്. ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്നതും ഭേദഗതികളിലൂടെ വാജ്പേയി സർക്കാർ ശക്തിപ്പെടുത്തിയതുമായ വന്യജീവി സംരക്ഷണ നിയമം അടിസ്ഥാനപരമായി ജനങ്ങളുടെ ജീവനും സ്വത്തും ഉൾപ്പെടെയുള്ള അവകാശങ്ങളെ അവഗണിക്കുകയാണ്. നിയമത്തിൽ ഒരു ഇളവും നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. ക്രിമിനൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പോലും സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും കേന്ദ്രം പുറപ്പെടുവിച്ച എല്ലാ കർശന നിയന്ത്രണങ്ങളും നടപടികളും ലഘൂകരിക്കണമെന്നും LDF സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. ഇടതുപക്ഷ MPമാർ പലതവണ ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം 1972-ലെ നിയമം ഭേദഗതി ചെയ്യില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മോദി സർക്കാർ. പുതിയ സാഹചര്യത്തിനനുസരിച്ച് നിയമം മാറ്റുന്നതിനു പകരം വന്യജീവികളുടെയും വനപ്രദേശങ്ങളുടെയും മേൽനോട്ടം മുഖ്യമായും സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് കേന്ദ്രം. കേന്ദ്ര നിയമത്തിലെ കർശന വ്യവസ്ഥകൾ മാറ്റാൻ പാർലമെന്റിൽ ശബ്ദിക്കാത്ത UDF MPമാർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ LDF സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ കഠിനമായ വ്യവസ്ഥകൾ അടങ്ങിയ നിയമം കൊണ്ടുവന്നതും BJP സർക്കാർ കൂടുതൽ കർക്കശമാക്കിയപ്പോൾ അതിനെ പിന്തുണച്ചതും കോൺഗ്രസ് ആയിരുന്നു. അതേ നിലപാട് ഇപ്പോഴും പിന്തുടരുന്ന കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധാരണ പരത്തി കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോളാർ വൈദ്യുതി വേലി, കിടങ്ങ് നിർമ്മാണം, അതിർത്തി മതിലുകൾ തുടങ്ങിയ മുൻകരുതൽ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഇതുകൊണ്ട് മാത്രം തടയാനാകുന്നില്ല. മനുഷ്യനിർമ്മിതമായ ആവാസ വ്യവസ്ഥയുടെ സമ്മർദ്ദങ്ങളും ഭൂപ്രകൃതിയിലെ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ പ്രധാന കാരണം. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാണ് സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന് 10 മിഷനുകൾ വനം വകുപ്പ് രൂപം നൽകിയത്. മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നങ്ങളിൽ സമയബന്ധിത ഇടപെടൽ ഉറപ്പുവരുത്താൻ സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കും. ഗോത്ര സമൂഹങ്ങൾ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് സ്വീകരിക്കുന്ന പരമ്പരാഗത അറിവുകൾ ശേഖരിച്ച് പദ്ധതി ആവിഷ്കരിക്കും. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഒഴിവാക്കുന്നതിനും അവയ്ക്ക് ആവശ്യമായ ജലം, ഭക്ഷണം എന്നിവയുടെ ലഭ്യത വനത്തിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തുന്നതിനുമായി മിഷൻ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ എന്ന പദ്ധതിക്ക് പുറമെ വനത്തിനടുത്ത് താമസിക്കുന്നവർക്ക് ബോധവൽക്കരണ ക്ലാസും നൽകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കുബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.